ഞാൻ ഡോക്ടർ അഞ്ജലി ഉല്ലാസ് ആണ്. PVS ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കൺസൾട്ടൻറ്റ് ഡെർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മെറ്റോളജിസ്റ്റ് ആണ്. സോ ഇന്ന് നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു ടോപ്പിക് നമുക്കിവിടെ ഡിസ്കസ് ചെയ്യാം. അതാണ് പ്രഗ്നൻസി അസോസിയേറ്റഡ് സ്കിൻ ചേഞ്ചസ്. പ്രഗ്നൻസിയിൽ കാണുന്ന സ്കിൻ ചേഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ പറ്റിയിട്ടാണ് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് സ്ത്രീകൾ മെയിനായിട്ട് അനുഭവപ്പെടുന്ന കുറച്ച് കോമൺ ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലംസിനെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്. സോ മെയിനായിട്ട് എൻ്റെ ഒപിയിൽ തന്നെ വരുന്നത് ഈ കരിവാളിപ്പ്, മുഖക്കുരു, പിന്നെ വളരെ അധികം കോസ്മെറ്റിക് കൺസേൺ ആയിട്ട് മാറിയിട്ടുള്ള സ്ട്രെച്ച് മാർക്സ്. ഓക്കെ, ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നതാണ്. സോ ബേസിക്കലി പ്രഗ്നൻസി സമയത്ത് നമുക്ക് കാണപ്പെടുന്ന ഈ സ്കിൻ ഇഷ്യൂസ് നമുക്ക് 3 കാറ്റഗറീസിലേക്ക് വേർപ്പെടുത്തിയെടുക്കാം. ഓക്കെ, സോ ഫസ്റ്റ് ആദ്യത്തെ കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ മെയിനായിട്ട് പ്രഗ്നൻസിയിൽ ഹോർമോണൽ ചേഞ്ചസ് കാരണം വരുന്ന സ്കിന്നിലെ പ്രോബ്ലംസ് ഓർ ഇഷ്യൂസ്. അത് ഈ ഗ്രൂപ്പ് ഓഫ് സ്കിൻ അസുഖങ്ങൾ നമുക്ക് ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇത് മിക്ക സമയത്തും പ്രഗ്നൻസിക്ക് ശേഷം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാഞ്ഞു പോകുന്നതാണ്. ഓക്കെ, സോ രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പം പ്രഗ്നൻസീൻ്റെ മുന്നേ തന്നെ ഇപ്പം ആ പേഷ്യൻറ്റിന് പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് പ്രഗ്നൻസീൻ്റെ മുന്നേ അവർക്ക് സോറിയാസിസ് അഥവാ എക്സീമ പോലത്തെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി സമയത്ത് എങ്ങനെയാണ് പെരുമാറാൻ പോകുന്നത്. ലൈക്ക് ചില ആൾക്കാർക്ക് അത് കൂടും കുറയും. ഓക്കെ, സോ ഇതാണ് രണ്ടാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന സ്കിൻ അസുഖങ്ങൾ. സോ മൂന്നാമത്തെ ഒരു കാറ്റഗറി ഏതാണെന്ന് വെച്ചാൽ പ്രഗ്നൻസിയിൽ മാത്രം കാണപ്പെടുന്ന കുറച്ച് അസുഖങ്ങളാണ്. ഈ അസുഖങ്ങൾക്ക് എന്താ ഒരു പ്രോബ്ലം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷണങ്ങൾ ഉണ്ടാകും. ലൈക്ക് ഒന്നിക്കിൽ വളരെയധികം ചൊറിച്ചൽ, അല്ലെങ്കിൽ പൊട്ടി ഒലിക്കുന്ന ചർമ്മം, പിന്നെ അവിടെ ഇവിടെയൊക്കെ തടിച്ച് പൊന്തിയിരിക്കുന്ന പാടുകൾ, വെള്ളം നിറഞ്ഞ പൊളങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് മൂന്നാമത്തെ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന പ്രഗ്നൻസി സ്പെസിഫിക് ഡെർമറ്റോസിസ് എന്നാണ് ഇതിന് വിളിക്കപ്പെടുന്നത്. സോ ഇങ്ങനെ ഈ 3 കാറ്റഗറീസിലേക്ക് നമുക്ക് പ്രഗ്നൻസിയിൽ കാണുന്ന സ്കിൻ രോഗങ്ങൾ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഓരോന്നിലേക്ക് നമുക്ക് കിടക്കാം. സോ ആദ്യമായിട്ട് ഫസ്റ്റ് നമുക്ക് മെയിനായിട്ട് ഹോർമോൺ ചേഞ്ചസ് ഇൻ പ്രഗ്നൻസി കാരണം വരുന്ന സ്കിൻ അസുഖങ്ങളെ പറ്റിയിട്ട് പറയാം. ഫസ്റ്റ് തന്നെ ഈ കരിവാളിപ്പ് അല്ലേ. സോ അത് നമുക്ക് മിക്ക സ്ത്രീകൾക്കും വളരെ ഒരു കോസ്മെറ്റിക് കൺസേൺ ഇങ്ങനെ വളരെ വെറിയായിട്ട് നമ്മൾ ഒപിയിൽ വരാറുണ്ട്. മെയിനായിട്ട് ആദ്യത്തെ മാസങ്ങളിൽ തന്നെ ഈ കരിവാളിപ്പ് നമുക്ക് കക്ഷത്തിലും മാറിൻ്റെ ചുറ്റും പിന്നെ ഒടികളിലും കഴുത്തിലൊക്കെയാണ് മെയിനായിട്ട് കാണുന്നത്. സോ ഈ കരിവാളിപ്പ് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. നമ്മുടെ പ്രഗ്നൻസിയിൽ ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ഈ ഹോർമോൺസ് കൂടിയിരിക്കുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി. അത് കൂടാതെ MSH എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോണും കൂടുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി. ദാറ്റ് ഈസ് മെലാനിൻ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ഓക്കെ, ഈ മെലാനിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലുള്ള പിഗ്മെന്റ് ആണ്. ഓക്കെ, സോ ഈ സ്കിന്നിലുള്ള പിഗ്മെന്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ നാച്ചുറലി നമ്മുടെ സ്കിന്നിലെ നമ്മുടെ ഈ കരിവാളിപ്പും പിഗ്മെന്റേഷൻ കൂടും. സോ ഈ ഒരു ഹോർമോണും കൂടുന്നതുകൊണ്ടാണ് നമുക്ക് ഈ കരിവാളിപ്പൊക്കെ വരുന്നത്. ഇതിനെക്കുറിച്ച് തീരെ ടെൻഷൻ അടിക്കേണ്ട ഒരു പ്രോബ്ലം അല്ല. ഇത് കംപ്ലീറ്റ് ആയിട്ട് പ്രഗ്നൻസിക്ക് ശേഷം മാഞ്ഞു പോകുന്നതാണ്. ഓക്കെ, പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്രഗ്നൻസി സമയത്ത് കൂടുതലായിട്ട് നമുക്ക് തടി വെക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് അല്ലേ. സോ അത് നമ്മുടെ വെയിറ്റ് ചെറിയ രീതിയിലൊന്ന് കൺട്രോൾ ചെയ്ത് ഇൻ ചെക്ക് വെച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ കുറച്ച് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് നമ്മൾ എക്സസൈസ് അധികമായിട്ട് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ ഈ കരിവാളിപ്പ് പ്രഗ്നൻസിക്ക് ശേഷം മാറാൻ വേണ്ടിയിട്ട് ഒരു തടസ്സമായി നിൽക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു പ്രോബ്ലമാണ് മുഖത്തുള്ള കരിവാളിപ്പ്. ഓക്കെ, സോ നമ്മൾ പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ നമ്മൾ ഒപിയിലൊക്കെ സ്ഥിരമായിട്ട് വരാറുണ്ട്. ഇങ്ങനെ ചീക്സിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നെറ്റിയിൽ, മൂക്കിൻ്റെ മുകളിൽ, വായിൻ്റെ ചുറ്റുമൊക്കെ ഇങ്ങനെ കരിവാളിപ്പായിട്ട് ഇങ്ങനെ പേഷ്യൻസ് വരാറുണ്ട്. അപ്പം ഇതിന് നമുക്ക് മെലാസ്മ അഥവാ മാസ്ക് ഓഫ് പ്രഗ്നൻസി എന്ന് വിളിക്കാം. ഓക്കെ, സോ ഈ മെലാസ്മ അഥവാ മാസ്ക് ഓഫ് പ്രഗ്നൻസി ഇതും പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം വളരെയധികം മിക്ക ശതമാനം കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് മാഞ്ഞു പോകുന്ന ഒരു പ്രോബ്ലം തന്നെയാണ്. പക്ഷെ ഒരു 30% പേഷ്യൻസിൽ ഇത് പ്രഗ്നൻസിക്ക് ശേഷം നിലനിൽക്കാറുണ്ട്. സോ അത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ആക്ച്വലി ഈ പിഗ്മെന്റേഷൻ ഒരു പരിധി വരെ നല്ലോണം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.
ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നൻസി എന്തെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എപ്പോഴും ഒരു സൺസ്ക്രീൻ സ്ഥിരമായിട്ട് എന്താ പറയുക യൂസ് ചെയ്യേണ്ട ഒരു ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ സ്കിൻ കെയറിൽ. സോ അത് എപ്പോഴും നമ്മുടെ സൈഡിൽ കൂടെ തന്നെ വെക്കുക. പുറത്ത് പോകുന്നതിൻ്റെ മുന്നേ അരമണിക്കൂർ മുന്നേ സൺസ്ക്രീൻ ഫേസിലും കഴുത്തിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്യുക. ആൻഡ് അഥവാ നിങ്ങൾ 4 മണിക്കൂർക്ക് ശേഷം പുറത്തിരിക്കുകയാണെങ്കിൽ, പുറത്ത് വെയിൽ കൊണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും ആഫ്റ്റർ 4 hours. സോ ഈ എത്രയോ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് സൺസ്ക്രീൻസ് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ മുഖത്തുള്ള കരിവാളിപ്പ്, പ്രഗ്നൻസിയിൽ വരുന്ന ഈ കരിവാളിപ്പ് നല്ല രീതിയിൽ കുറയ്ക്കാൻ പറ്റുന്നതായിട്ട് തെളിയിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാ പരട്ടുന്ന മരുന്നുകളൊന്നും നമുക്ക് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ റെറ്റിനോയിഡ്സ് ഒക്കെ പ്രഗ്നൻ്റ് ആവുന്നതിൻ്റെ മുന്നേ പേഷ്യൻ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റോപ്പ് ചെയ്യേണ്ട മരുന്നാണ്. സോ പ്രഗ്നൻസി സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൻ ലൈറ്റനിങ് ഏജൻ്റ് ആണ് എസിലേക്ക് ആസിഡ്. എസിലേക്ക് ആസിഡ് പ്രഗ്നൻസി സേഫ് ആണ്. സോ എസിലേക്ക് ആസിഡ് ഉൾപ്പെട്ട ക്രീംസ് ഓർ ജെൽസ് നമുക്ക് പ്രഗ്നൻസി സമയത്ത് യൂസ് ചെയ്തിട്ട് ഈ കരിവാളിപ്പ് ഒരു നല്ല രീതിയിലൊന്ന് ലൈറ്റൻ ചെയ്തിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന സാധ്യമാണ്. ഓക്കെ. പിന്നെ നമുക്ക് വളരെ കോമൺ ആയിട്ട് ഒരു കോസ്മെറ്റിക് കൺസേൺ ഒബ്വിയസ്ലി ആയിട്ട് ഇങ്ങനെ തോന്നാറുള്ളത് സ്ട്രെച്ച് മാർക്സ് ആണ്. സ്ട്രെച്ച് മാർക്സ് ഇപ്പം പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾ മാത്രമല്ല, പ്രഗ്നൻ്റ് അല്ലാത്ത സ്ത്രീകൾക്കും വളരെ ടെൻഷൻ അടിക്കുന്ന ആൻഡ് പ്രോബ്ലമായിട്ട് തോന്നുന്നൊരു ഇതാണ് സ്ട്രെച്ച് മാർക്സ് അല്ലേ. സോ സ്ട്രെച്ച് മാർക്സ് ഇപ്പം എന്തുകൊണ്ടാണ് പ്രഗ്നൻസിയിൽ വരുന്നതെന്ന് ചോദിച്ചാൽ, യെസ്, നമ്മളുടെ പ്രഗ്നൻ്റ് ആയ സമയത്ത് നമ്മുടെ വയറ്റിൻ്റെ ചുറ്റുമുള്ള സ്കിൻ സ്ട്രെച്ച് ആവുന്നുണ്ട് അല്ലേ, അത് ആ പേരിൽ തന്നെ ഉണ്ട്. സോ സ്ട്രെച്ച് ആവുന്ന സമയത്ത് സ്കിന്നിൽ ഉൾപ്പെട്ട കുറച്ച് കൊളാജൻ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ്, ഓക്കെ, ഈ ഫൈബേഴ്സിൻ്റെ ആകൃതിയിൽ ഒരു മാറ്റം വരുന്നു സ്കിന്നെ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത്. സോ അതുകൊണ്ടാണ് ഈ സ്ട്രെച്ച് മാർക്സ് നമുക്ക് വരുന്നത്. പിന്നെ നമുക്ക് അറിയാം എല്ലാവർക്കും ഈ സ്ട്രെച്ച് മാർക്സ് വരണം നിർബന്ധമില്ല. ഓക്കെ. സോ ആർക്കൊക്കെയാണ് കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്സ് വരാൻ കാരണം, കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്സ് വരാൻ ചാൻസ് ഉള്ളത്? അത് ഒരാളെന്ന് വെച്ചാൽ കുറച്ച് ആൾക്കാർക്ക് പാരമ്പര്യമായിട്ട് വളരെയധികം ചാൻസ് ഉണ്ട്. ലൈക്ക് അവരുടെ അമ്മക്ക്, പ്രഗ്നൻ്റ് ആയ സ്ത്രീക്ക് അവരുടെ അമ്മക്ക് സ്ട്രെച്ച് മാർക്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അപ്പം ആ പ്രഗ്നൻ്റ് ആയ സ്ത്രീക്കും സ്ട്രെച്ച് മാർക്സ് വരാൻ വളരെ കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് ഗെയിൻ അധികം പെട്ടെന്ന് നമ്മൾ പ്രഗ്നൻസിയിൽ യൂഷ്വലി നമ്മൾ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരു സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടുള്ള വെയിറ്റ് ഗെയിൻ ആണ്. സോ ഈ വെയിറ്റ് ഗെയിൻ നമ്മൾ പെട്ടെന്ന് വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അപ്പം കൂടുതലായിട്ട് സ്ട്രെച്ച് മാർക്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കുട്ടിയുടെ വെയിറ്റ് കൂടിക്കഴിഞ്ഞാലും സ്ട്രെച്ച് മാർക്സ് കൂടുതൽ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഇത് കുറയ്ക്കാൻ നമുക്ക് കുറച്ച് സ്കിൻ കെയർ ടിപ്സ് ഉണ്ട് പ്രഗ്നൻസിയിൽ ചെയ്യാൻ പറ്റുന്നത്. സോ അത് വെച്ചിട്ട് നമുക്ക് ഈ സ്ട്രെച്ച് മാർക്സ് വളരെയധികം തെളിഞ്ഞിരിക്കുന്ന രീതിയിൽ നിന്ന് നല്ല കുറഞ്ഞിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. സോ ഒരു കാര്യം നോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്ട്രെച്ച് മാർക്സിൻ്റെ മുകളിൽ അധികം ചൊറിയാതിരിക്കുക. ഓക്കെ. നമ്മളുടെ ഈ നഖം കൊണ്ട് തന്നെ സ്ട്രെച്ച് മാർക്സ് അധികം ഇങ്ങനെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ അവിടുന്ന് അതിങ്ങനെ തെളിഞ്ഞ് പൊന്തി ഇങ്ങനെ നിൽക്കും. സോ അത് തന്നെ കംപ്ലീറ്റ് ആയിട്ട്, ആ ശീലം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുളിക്കുന്നതിൻ്റെ മുന്നേ തന്നെ നല്ലൊരു ഓയിൽ മസാജ്. ഓക്കെ. ഓയിൽസ് എന്ന് വെച്ചാൽ ഒന്നിക്ക് നമ്മൾ വീട്ടിലുള്ള സാധാരണ ഓയിൽസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈക്ക് ഒലിവ് ഓയിൽ, അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, അല്ലെങ്കിൽ ആൽമണ്ട്സ് ഓയിൽ, വിറ്റമിൻ ഇ ഒക്കെ ഉൾപ്പെട്ടതാണ് അതിൽ. സോ ഈ ഓയിൽസ് നമ്മൾ നല്ലോണം വയറ്റിൻ്റെ ചുറ്റും നല്ലോണം മസാജ് ചെയ്യുക. വയറ്റിൻ്റെ ചുറ്റും മാത്രമല്ല, രണ്ട് കൈയിൻ്റെ അടിയിലും പിന്നെ തുടകളിലൊക്കെയാണ് ഈ സ്ട്രെച്ച് മാർക്സ് കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് അല്ലേ. സോ അവിടെയൊക്കെ നല്ലോണം മസാജ് ചെയ്തിട്ട് പോയിട്ട് കുളിക്കുക. ആൻഡ് കുളിച്ച് കഴിഞ്ഞ ശേഷം ഒരു മോയ്സ്ചറൈസർ വിറ്റമിൻ ഇ, കൊക്കോ ബട്ടർ, ഷിയ ബട്ടറൊക്കെ ഉൾപ്പെട്ട ഒരു മോയ്സ്ചറൈസർ എപ്പം നിങ്ങളുടെ സൈഡിൽ വെക്കുക. അത് നല്ലോണം ഈ സ്ട്രെച്ച് മാർക്ക് കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ സ്ട്രെച്ച് മാർക്സിൻ്റെ മുകളിൽ മസാജ് ചെയ്തിട്ട്, അതേപോലെ തന്നെ കൈകളുടെ അടിയിലും കാലിൽ തൊടേൻ്റെ അവിടെയൊക്കെ മസാജ് ചെയ്തിട്ട് വെക്കുക. നല്ലോണം സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കുക. അതാണ് ബേസിക് റൂൾ. ആൻഡ് ഈ മോയ്സ്ചറൈസേഷൻ തന്നെ നമുക്ക് ഡെയിലി ഒരു 3 to 4 times റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ. റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ വളരെയധികം ഫലപ്രദമായിരിക്കും. സോ ഇങ്ങനെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് എടുക്കാൻ പറ്റുന്ന
കെയർ ഇതൊക്കെയാണ്. പിന്നെ പോസ്റ്റ് പ്രഗ്നൻസി ഡെലിവറിക്ക് ശേഷം ഇപ്പം വളരെയധികം കൂടുതൽ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇപ്പം പാൽ കൊടുക്കുന്ന സമയത്തും പക്ഷെ പറ്റില്ല. അതിൻ്റെ ശേഷം നമുക്ക് റെറ്റിനോയിഡ്സ് ഉൾപ്പെട്ട ഓയിൻമെൻറ്റ്സ് ആൻഡ് ക്രീംസ്, അത് എത്രയോ പഠനങ്ങൾ വഴി തെളിയിച്ചിട്ടുണ്ട്. സ്ട്രെച്ച് മാർക്സിൻ്റെ മുകളിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലോണം നമുക്ക് അതിനെ ലൈറ്റൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അതുകൂടാതെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ലേസേഴ്സ്, ലേസേഴ്സ് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റിയാണ് ഇപ്പോഴത്തെ കാലത്ത്. സോ ലേസേഴ്സ് ഓൾസോ നമുക്ക് യൂസ് ചെയ്തിട്ട് സ്ട്രെച്ച് മാർക്സിന് നല്ലോണം ഒരു 80% ഓൾമോസ്റ്റ് എലിമിനേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. സോ പിന്നെ അടുത്ത ഒരു കോമൺ പ്രോബ്ലം ആണ് മുഖക്കുരു, അല്ലേ? മുഖക്കുരു ഇത്രയും പ്രഗ്നൻസി സമയത്ത് നമുക്ക് കാണാം മിക്ക ആൾക്കാർക്കും ഒരു പെട്ടെന്നുള്ളൊരു ഔട്ട് ബ്രേക്ക് ഉണ്ടാകും മുഖത്ത് കുരുക്കളുടെ. അതേപോലെ തന്നെ മുമ്പേ മുഖക്കുരു ഉണ്ടായവർ അവരിപ്പം ഒരു നല്ല സ്റ്റേബിൾ ആയിട്ട് പോവുകയാണെങ്കിൽ അവർ പെട്ടെന്ന് പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് അവർക്കും പെട്ടെന്നായിട്ട് മുഖക്കുരു ഇങ്ങനെ ഇങ്ങനെ വരാറുണ്ട് ഫേസിൽ. സോ എന്തുകൊണ്ടാണ് മുഖക്കുരു പ്രഗ്നൻസി സമയത്ത് കൂടുന്നത്? അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. ഈ പ്രഗ്നൻസി സമയത്ത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഹോർമോൺസിൻ്റെ കുറച്ച് എന്താ പറയുക ചേഞ്ചസ് വരുന്നുണ്ട്. അതിനകത്ത് മെയിനായിട്ട് ആൻഡ്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്, ഈ രണ്ട് ഹോർമോൺസ് കുറച്ച് കൂടിയിരിക്കുന്ന സമയമാണ് പ്രഗ്നൻസി. സോ ഈ ഹോർമോൺസ് കൂടിയിരിക്കുന്ന സമയത്ത് നമ്മളുടെ സെബേഷ്യസ് ഗ്ലാൻസ് അഥവാ സിബം അല്ലെങ്കിൽ ഓയിൽ, എണ്ണമയം ഉണ്ടാക്കുന്ന ഗ്രന്ഥികൾ നമ്മുടെ സ്കിന്നിലുണ്ട്, ഈ സെബേഷ്യസ് ഗ്ലാൻസ്. അപ്പോൾ ഈ ഗ്ലാൻസിൻ്റെ ആക്ടിവിറ്റിയോ പ്രവർത്തനം കൂടുന്നു പ്രഗ്നൻസി സമയത്ത്. അത് മിക്കവാറും ഈ ഹോർമോൺസ് തന്നെയാണ് അതിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നത്. സോ അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ ഓയിൽ പ്രൊഡക്ഷൻ ഉള്ളതുകൊണ്ട്, സ്കിന്നിൽ ഉള്ളതുകൊണ്ട് ആണ് ബേസിക്കലി ഈ ആക്നെ മുഖക്കുരു മെയിനായിട്ട് പ്രഗ്നൻസിയിൽ കൂടാനുള്ള ഒരു കാരണം. സോ ഇതും നമുക്ക് പ്രഗ്നൻസി ഉള്ള സമയത്ത് ഗർഭകാലത്ത് കുറച്ച് സിമ്പിളായിട്ടുള്ള സ്കിൻ ടിപ്സ് വെച്ചിട്ട് തന്നെ നമുക്ക് ഒരു നല്ല രീതിയിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, കൂടുതലായിട്ട് പ്രോബ്ലം ആവാതെ. സോ അതിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു നല്ല ക്ലെൻസർ എപ്പോഴും നിങ്ങൾ യൂസ് ചെയ്യുക. ഇപ്പോൾ പ്രഗ്നൻസിൻ്റെ മുന്നേ ആണെങ്കിലും ഡ്യൂറിങ് ദ പ്രഗ്നൻസിൻ്റെ സമയത്താണെങ്കിലും എപ്പോഴും ഒരു നല്ല ക്ലെൻസർ യൂസ് ചെയ്തിട്ട് മാത്രം ഫേസ് വാഷ് ചെയ്യുക. ഇപ്പോൾ മുന്നേ 1-2 പ്രാവശ്യം യൂസ് ചെയ്യുന്നതാണെങ്കിൽ ഈ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾക്കതൊരു 3 to 4 ടൈംസ് തന്നെ യൂസ് ചെയ്തിട്ട് നമ്മളുടെ ഫേസിലുള്ള കൂടുതലായിട്ടുള്ള ഓയിൽ ആൻഡ് ഡേർട്ട് അതൊക്കെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റുന്നതാണ്. അത് തന്നെ എക്സസൈസിൽ എണ്ണയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുഖക്കുരുവിനെ ഒരു കൺട്രോൾ ചെയ്തിട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ വേറെ ഇപ്പോൾ വർക്കിംഗ് ആയിട്ടുള്ള പ്രഗ്നൻറ്റ് ലേഡീസ് ആണെങ്കിൽ അവർക്ക് തന്നെ ഈ ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ക്ലെൻസിങ് വൈപ്സ് ഇപ്പോൾ ഉണ്ട്. സോ അത് നമുക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പം അവർക്ക് വർക്കിംഗ് ലേഡീസിന് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ഫേസ് കഴുകാൻ പറ്റില്ല. സോ ഈ വൈപ്സ് വെച്ചിട്ട് നമുക്ക് ആ എക്സസൈസിലെ ഓയിൽ ആൻഡ് ഡേർട്ടൊക്കെ നമുക്ക് നമ്മുടെ ഫേസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതും അവർക്ക് യൂസ് ചെയ്തിട്ട് ആ എണ്ണമയം നല്ലൊരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് എൻ്റെ മുഖക്കുരുവുള്ള പേഷ്യൻസിൻ്റെ അടുത്ത് പറയുന്നതാണ്, കൈ കൊണ്ട് കുരുവുള്ള സ്ഥലങ്ങളിൽ ഇങ്ങനെ പൊട്ടിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സ്ക്രാച്ച് അവിടെ ഇവിടെ ചൊറിഞ്ഞ് തീരെ കൈ ഫേസിൽ തീരെ കൊണ്ടുവരുത്. ആ ശീലം കംപ്ലീറ്റ് ആയിട്ട് മാറ്റുക. ഓക്കെ. പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ഇതാണ് ഐസ് കംപ്രസ്. ഓക്കെ. നമ്മുടെ വീട്ടിലുള്ള ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഐസ് കട്ട എടുത്തിട്ട് അത് എന്തെങ്കിലും ഒരു ചെറിയ തുണിയിൽ എന്തെങ്കിലും ഒന്ന് ചുറ്റി വെച്ചിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മുകളിൽ വെച്ച് നല്ലോണം ഈ കുരുക്കളുടെ മുകളിൽ മസാജ് ചെയ്യാം. ഓക്കെ. സോ അപ്പം തന്നെ ഈ മുഖക്കുരു കാരണം ഉണ്ടായിട്ടുള്ള ചുവപ്പ്, നീറ്റൽ, പുകച്ചൽ അതൊക്കെ തന്നെ നമ്മൾ നല്ലോണം ഈ ഐസ് കംപ്രസ് വെച്ച് തന്നെ ഒരു നല്ല രീതിയിൽ നമുക്കത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടെക്നിക്കാണ്. പിന്നെ ഒബ്വിയസ്ലി നമുക്ക് പ്രഗ്നൻസി സമയത്ത് അറിയാം ഡയറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല പോഷകമുള്ള ഭക്ഷണങ്ങൾ, പച്ചക്കറി, ഫ്രൂട്ട്സ്, പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. നല്ലോണം വെള്ളം കുടിച്ചാൽ തന്നെ സ്കിന്ന് നല്ലോണം ഹൈഡ്രേറ്റ് ആയി നിൽക്കും. സോ അപ്പം തന്നെ നമുക്ക് ഈ സ്കിൻ ഇഷ്യൂസ് ഒരു മാക്സിമം വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സൺസ്ക്രീൻ തീരെ മറക്കരുത്. പുറത്ത് പോവുകയാണെങ്കിൽ ഇപ്പം മുഖക്കുരു ഉള്ള ആൾക്കാരാണെങ്കിലും അവർക്കായിട്ട് ഉള്ള സൺസ്ക്രീൻസ് ഇപ്പം അവൈലബിൾ ആണ്, അവരുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൺസ്ക്രീൻസ്. അപ്പോൾ അത് നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയിട്ട് നിങ്ങളുടെ സ്കിൻ സ്യൂട്ടബിൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പുറത്തിറങ്ങുന്നതിൻ്റെ മുന്നേ ഞാൻ പറഞ്ഞ രീതിയിൽ ഉപയോഗിക്കാം. പിന്നെ
പ്രഗ്നൻസി സമയത്തുള്ള മുഖക്കുരുവിന് ട്രീറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യെസ്. എല്ലാ മരുന്നുകളും നമുക്ക് പ്രഗ്നൻസി, ഇപ്പം ഉള്ളിലേക്ക് കഴിക്കുന്ന ഗുളികകളൊന്നും നമുക്ക് പ്രഗ്നൻസി സമയത്ത് എടുക്കാൻ പറ്റില്ല, നമ്മൾ അധികം അഡ്വക്കേറ്റ് ചെയ്യില്ല. ബട്ട് പരട്ടുന്ന മരുന്നുകൾ ലൈക്ക് ക്ലിൻഡാമൈസിൻ ആക്ച്വലി നമുക്ക് പ്രഗ്നൻസി സമയത്ത് സേഫാണ്. അത് വെച്ചിട്ട് നമുക്ക് ഒരു രീതി വരെ നമുക്ക് നല്ലോണം ആക്നെയോ മുഖക്കുരുവിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അത് കൂടാതെ ഞാൻ മുന്നേ മെൻഷൻ ചെയ്ത എസിലേക്ക് ആസിഡും എന്താ പറയുക, മുഖക്കുരുവിനെ നമുക്ക് കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. സോ ഇത് രണ്ടും, ക്ലിൻഡാമൈസിൻ ആൻഡ് എസിലേക്ക് ആസിഡ്, പ്രഗ്നൻസി സേഫാണ്. ഓക്കെ, സോ ഇതാണ് മുഖക്കുരുവിൻ്റെ തടയാൻ പറ്റുന്ന രീതികൾ. പിന്നെ നമ്മൾ എപ്പോഴും കാണുന്ന വേറൊരു പ്രോബ്ലമാണ് അരിമ്പാറ, അല്ലേ? സോ അരിമ്പാറ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രഗ്നൻസി സമയത്ത് മിക്ക സ്ത്രീകളും വന്ന് ചോദിക്കുന്നത് ഈ കഴുത്തിൻ്റെ ചുറ്റും കക്ഷത്തിലും മാറിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ തടിപ്പുകളായിട്ട് അരിമ്പാറ പോലെ ഇങ്ങനെ വരുന്നത്. അത് അഗെയിൻ ഭയങ്കര ഇങ്ങനെ തടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഒരു കോസ്മെറ്റിക് കൺസേൺ ആണ്. അപ്പം അതിനെപ്പറ്റി തീരെ ബോധറേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ പ്രഗ്നൻസിക്ക് ശേഷം ഇലക്ട്രോ കോട്ടറി എന്ന പ്രൊസീജിയർ വെച്ചിട്ട് നമുക്കത് എളുപ്പത്തിൽ വെരി ഈസിലി ഒരു വേദനയൊന്നും കൂടാതെ എടുത്ത് കളയാൻ പറ്റുന്ന ഒരു സംഭവമാണ്. സോ അതിനെ കൊണ്ട് തീരെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു ലക്ഷണം പ്രഗ്നൻസിയിലാണ് ചൊറിച്ചിൽ, അല്ലേ? സോ ചൊറിച്ചിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രഗ്നൻസി പേഷ്യൻസിന് എപ്പോഴെങ്കിലും അവരുടെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ചൊറിച്ചിൽ എപ്പോഴെങ്കിലും അനുഭവപ്പെട്ടിട്ടുണ്ടാവും. സോ അതിന് യൂഷ്വലി മെയിനായിട്ട് ഈ വയറ്റിൻ്റെ ചുറ്റുമാണ് ഈ ചൊറിച്ചിൽ മെയിനായിട്ട് കാണാറ്. അത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വയറ്റിൻ്റെ ചുറ്റുമുള്ള സ്കിൻ അതിങ്ങനെ സ്ട്രെച്ച് ആവുന്ന സമയത്ത് തന്നെ ഈ ചൊറിച്ചിൽ നമുക്ക് അനുഭവപ്പെടും. സോ അത് നമുക്ക് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഓയിൽ മസാജ്, സ്ട്രെച്ച് മാർക്സിൻ്റെ മുകളിലുള്ള ഓയിൽ മസാജ് ആൻഡ് നല്ലോണം മോയ്സ്ചറൈസേഴ്സ് യൂസ് ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ ചൊറിച്ചിൽ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ചില സ്ത്രീകളിൽ ഈ ചൊറിച്ചിൽ വളരെ ഒരു ബുദ്ധിമുട്ടായ ലക്ഷണമായിട്ട് മാറാറുണ്ട്. അവർക്ക് രാത്രി ഉറങ്ങാൻ പറ്റുന്നില്ല, അവരുടെ ഡെയിലി റുട്ടീൻ ആക്ടിവിറ്റീസ് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഈ ചൊറിച്ചിൽ കാരണം. സോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആകുമ്പം നമ്മൾ എന്തായാലും നമ്മളുടെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയിട്ട് കാണിക്കണം. എന്താ വെച്ചാൽ ഈ ചൊറിച്ചിൽ കൂടാതെ അവർക്ക് അവരുടെ ചർമ്മത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന ലക്ഷണങ്ങൾ, പിന്നെ അതേപോലെ ചൊറിഞ്ഞ് തടിച്ചിട്ടുള്ള പാടുകൾ, പൊക്കിളുടെ ചുറ്റും വെള്ളം നിറഞ്ഞ പൊളങ്ങൾ, അല്ലെങ്കിൽ പഴുപ്പ് നിറഞ്ഞ പൊളങ്ങൾ, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്സിൻ്റെ മുകളിൽ ഇങ്ങനെ ചൊറിഞ്ഞ് തടിച്ച് ചുവന്നിട്ടുള്ള പാടുകൾ, ഇങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കേണ്ടതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ആ പ്രഗ്നൻസി സ്പെസിഫിക് ഡെർമറ്റോസിസ് എന്ന കാറ്റഗറി ഈ ലക്ഷണങ്ങളിൽ കൂടിയാണ് പ്രസൻറ്റ് ചെയ്യുക. അപ്പം ഈ അസുഖങ്ങൾ അത് കുട്ടീനെയും കൂടി ബാധിക്കാനുള്ള ഒരു ചാൻസ്, ഈ അസുഖങ്ങൾക്ക് ഒരു ചാൻസ് ഉണ്ട്. സോ അതിന് എത്രയും പെട്ടെന്ന് നമ്മൾ അത് ഡയഗ്നോസ് ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് പ്രഗ്നൻസിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് മിക്കവാറും ഒരു ഷോർട്ട് കോഴ്സ് ഓഫ് സ്റ്റിറോയിഡ്സ് അതുപോലെ തന്നെ ആൻറ്റിഹിസ്റ്റമിൻസ്, ചൊറിച്ചിൽ കുറയ്ക്കാനുള്ള മരുന്നുകൾ പ്രഗ്നൻസി സമയത്ത് കൊടുക്കേണ്ടി വരും. എന്നാലേ ഈ അസുഖങ്ങൾക്ക് ഒരു റിലീഫ് ഉണ്ടാകുള്ളൂ. സോ ഇത് എത്രയും വേഗം ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ അടുത്തുള്ള ഡോക്ടറോ ഡെർമറ്റോളജിസ്റ്റിനെ എടുത്തിട്ട് പോയിട്ട് എന്തായാലും കൺസൾട്ട് ചെയ്യും. പിന്നെ പ്രഗ്നൻസി യൂഷ്വലി സാധാരണ രീതിയിൽ തന്നെ ഈ പ്രതിരോധ ശക്തിയൊക്കെ കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്, അല്ലേ? അപ്പം പ്രഗ്നൻ്റ് ആയ സ്ത്രീകൾക്ക് ഇൻഫെക്ഷൻസ് വളരെയധികം കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി. മിക്കവാറും എന്ന് വെച്ചാൽ ഞങ്ങൾ ഡെർമറ്റോളജിസ്റ്റ് കാണുന്നത് ഈ വൈറസ് കാരണം ഉണ്ടാകുന്ന അരിമ്പാറ, അതേപോലെ ചിക്കൻ പോക്സ്, പിന്നെ പാലുണ്ണി, പിന്നെ വെള്ളപ്പോക്ക്, ഇതൊക്കെയാണ് നമ്മൾ ഡെർമറ്റോളജിസ്റ്റ് യൂഷ്വലി കാണാറുള്ളത്. മിക്ക സമയത്തും ഈ സ്ത്രീകൾ ഈ വൈറസ് മൂലമുണ്ടാകുന്ന അരിമ്പാറയൊക്കെ അതുപോലെ അങ്ങനെ വെച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും ചെയ്യാതെയാണ് യൂഷ്വലി ഇരിക്കാറ്. പക്ഷെ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇതിന് പോയിട്ട് എന്തായാലും നിങ്ങൾ ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് കാണിക്കണം. എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സ് ലൈക്ക് ക്രയോതെറാപ്പി ആൻഡ് ഇലക്ട്രോ കോട്ടറി ഇതൊക്കെ പ്രഗ്നൻസിയിൽ സേഫാണ്. സോ ഇത് വെച്ച് നമുക്ക് ഈ വാട്സ് ഒക്കെ നല്ലോണം എടുത്തു കളയാൻ പറ്റുന്നതാണ്. അത് എത്രത്തോളം ഈ അരിമ്പാറകൾ നമ്മളുടെ സ്കിന്നിൽ നിൽക്കുന്നു അത് കൂടുതൽ ബാക്കി സ്ഥലങ്ങളിലേക്ക് സ്പ്രെഡ് ആവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ചിക്കൻ പോക്സ് നമ്മൾ പ്രഗ്നൻസിയിൽ കുറേ സ്ത്രീകൾക്ക് വന്നിട്ടുണ്ടാകും. അസൈക്ലോവിർ എന്ന ഡ്രഗ് പ്രഗ്നൻസിയിൽ വളരെ സേഫാണ്. സോ എത്രയും വേഗം നമ്മൾ ഈ ചിക്കൻ പോക്സ് ഉള്ള ലക്ഷണങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത്
പനിയാകാം, പിന്നെ വെള്ളം നിറഞ്ഞ കുമിളകൾ നമ്മുടെ ചെസ്റ്റിൻ്റെ മുകളിൽ ചർമ്മത്തിൻ്റെ മുകളിൽ വരികയാണെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോയി കാണുക. എന്നുവെച്ചാൽ നമുക്കറിയാം ചിക്കൻ ബോക്സ് കുഞ്ഞിനെ വരെ ബാധിക്കാൻ പറ്റുന്ന ഒരു ഇൻഫെക്ഷനാണ്. സോ വേഗം തന്നെ പോയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ വെള്ളപ്പോക്കാണ് അടുത്ത വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു ലക്ഷണം. അത് നോർമൽ രീതിയിൽ തന്നെ പ്രഗ്നൻസി സമയത്ത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ അതിന് എന്തെങ്കിലും ഒരു ചെറിയ മാറ്റം എന്ന് വെച്ചാൽ അത് ഭയങ്കര തിക്കാകുക അല്ലെങ്കിൽ ഒരു ദുർഗന്ധം പോലെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി അത് കാണിക്കണം, അത് പറയണം. എന്താണെന്ന് വെച്ചാൽ അത് ചിലപ്പം ഒരു ഫംഗൽ ഇൻഫെക്ഷൻ ലൈക്ക് കാൻഡിഡിയാസിസ് പോലത്തെ ഫംഗൽ ഇൻഫെക്ഷൻ ആകാം. അപ്പോൾ അതിന് നമുക്ക് ഫ്ലൂക്കണസോൾ, ഒരു സിംഗിൾ ടാബ്ലറ്റ് ഓഫ് ഫ്ലൂക്കണസോൾ പ്രഗ്നൻറ്റ് മദേഴ്സിന് കൊടുക്കുന്നത് വളരെ സേഫാണ്. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലത്തെ ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞ ആ രണ്ടാമത്തെ കാറ്റഗറി പ്രഗ്നൻസിയിൽ വരുന്നത്, ഇപ്പം പ്രഗ്നൻസീൻ്റെ മുന്നേ ആ പേഷ്യൻറ്റിന് വല്ല അസുഖം സോറിയാസിസ് അല്ലെങ്കിൽ എക്സീമ പോലത്തെ അസുഖങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് പ്രഗ്നൻസി സമയത്ത് എന്തായാലും നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും. ഇപ്പം റെറ്റിനോയിഡ്സ് അല്ലെങ്കിൽ മെത്തോട്രെക്സൈഡ് ഒക്കെ നമ്മൾ സോറിയാസിസിന് വളരെ കോമൺ ആയിട്ട് കൊടുക്കുന്ന ഒരു ഡ്രഗാണ്. അതൊക്കെ നമ്മൾ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഈ മരുന്നുകളൊന്നും കൊടുക്കാൻ പറ്റില്ല, എല്ലാം സ്ട്രിക്റ്റ് നോ ആണ്. സോ ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പ്രഗ്നൻസി സമയത്ത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. മിക്കവാറും നമ്മൾ അത് പരട്ടുന്ന മരുന്നുകൾ വെച്ചിട്ട് തന്നെ ഈ അസുഖങ്ങൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരും പ്രഗ്നൻസിയിൽ. സോ അതാണ് ആ രണ്ടാമത്തെ കാറ്റഗറി ഞാൻ പറഞ്ഞത്. പിന്നെ എന്ന് വെച്ചാൽ വളരെ കോമൺ ആയിട്ട് വേറൊരു ലക്ഷണം ഞാൻ പ്രഗ്നൻസിയിൽ കാണുന്നതാണ് കാലിൻ്റെ ചുറ്റുമുള്ള നീര്, അല്ലേ? കാലിൻ്റെ ചുറ്റുമുള്ള നീര് ആൻഡ് വെരിക്കോസ് വെയിൻസ്. ഓക്കെ, ഇത് നോർമലാണ്. യൂഷ്വലി പ്രഗ്നൻസി ഓർ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം മിക്ക ആൾക്കാർക്കും അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പോകും. പക്ഷെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് കുറച്ച് എന്താ പറയുക രീതിയിൽ നമുക്കിതിനെ നല്ലോണം കുറച്ച് കൊണ്ടുവരാൻ പറ്റും. ആദ്യത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാലധികം തൂക്കി വെക്കരുത്. ഇരിക്കുന്ന സമയത്ത് ഒന്നിക്കിൽ കാല് ഒരു ചെയർ അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. ഓക്കെ, പിന്നെ അധികം നേരം നിന്നിട്ടുള്ള പണികൾ ചെയ്യാതിരിക്കുക. ഇപ്പോൾ കൂടുതൽ കണ്ടിന്യൂസ് ആയിട്ട് കൂടുതൽ നേരം നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത് കുറച്ച് നേരം നിന്ന് പിന്നെ കുറച്ച് നേരം ഇരിക്കുക, അങ്ങനത്തെ രീതികളിൽ പണി ചെയ്യുക. പിന്നെ കുറച്ച് ബ്രിസ്ക് ആയിട്ടുള്ള നടത്തം, കുറച്ച് നടക്കുക, പിന്നെ കുറച്ച് ആക്റ്റീവായിട്ട് നിൽക്കുക. മെയിനായിട്ട് പ്രഗ്നൻസി സമയത്ത് കുറച്ച് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാം. അപ്പം ഈ രീതിയിൽ തന്നെ നമുക്ക് ഈ കാലിന് ചുറ്റുള്ള നീര് ആൻഡ് വെരിക്കോസ് വെയിൻസ് ഒക്കെ നന്നായിട്ട് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പിന്നെ പ്രഗ്നൻസി സമയത്ത് ഈ നീര് അഥവാ ബോഡീൻ്റെ വേറെ ഭാഗങ്ങളിലേക്ക് വരികയാണെങ്കിൽ ഓർ വെരിക്കോസ് വെയിൻസ് കാരണം അവർക്ക് കാലിൽ ഭയങ്കരമായിട്ട് വേദന അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരികയാണെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അടുത്തുള്ള ഡോക്ടറെ അടുത്ത് പോയിട്ട് എന്തായാലും കാണിക്കുക. ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ഇതിനെ പറ്റിയിട്ടാണ്, മുടിയുടെ സംരക്ഷണം. ഓക്കെ, മുടിയുടെ സംരക്ഷണം മെയിനായിട്ട് പ്രഗ്നൻസി സമയത്ത് ആക്ച്വലി ഭയങ്കരമായിട്ട് നമ്മൾ അഗ്രസീവായിട്ട് കെയർ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം പ്രഗ്നൻസി സമയത്ത് ഓൾറെഡി മുടി നല്ലോണം വളരുന്ന ഒരു ടൈമാണ്. ആൻഡ് നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്ത് സൈക്കിൾ, അത് എനർജൻ ഫേസ്, അത് അതിൻ്റെ ഗ്രോയിങ് ഫേസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ടൈമാണ് പ്രഗ്നൻസി. സോ അതിനായിട്ട് ഭയങ്കരമായിട്ടുള്ള കെയറിൻ്റെ ആവശ്യം ഇല്ല ഡ്യൂറിങ് പ്രഗ്നൻസി. പക്ഷെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം പ്രഗ്നൻസിൻ്റെ മുന്നേ ആ പേഷ്യൻറ്റ് ഹെയർ ഡൈസ് പോലത്തെ എന്തെങ്കിലും പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് പ്രഗ്നൻസിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം, യൂസ് ചെയ്യാൻ പാടില്ല. അതേപോലെ തന്നെ ഹെയറിൻ്റെ മുകളിൽ ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ലൈക്ക് ഹെയർ സ്ട്രെയിറ്റനിങ് ആൻഡ് വേറെ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് പ്രഗ്നൻസിയിൽ തീരെ അഡ്വൈസ് ചെയ്യുന്നതല്ല. പിന്നെ മിനോക്സിഡിൽ എന്ന് പറഞ്ഞ മരുന്നൊക്കെ ഇപ്പം എല്ലാവരും ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ട് ഇങ്ങനെ മുടിക്ക് വേണ്ടിയിട്ടൊക്കെ തേക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള മരുന്നാണ്. സോ ഇത് പ്രഗ്നൻസി സമയത്ത് നമുക്ക് എന്തായാലും ഒഴിവാക്കേണ്ട ഒരു മരുന്നാണ്. പിന്നെ ഡാൻഡ്രഫ് പോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റ് അതിൻ്റെതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പോയിട്ട് തേടുക. മെയിനായിട്ട് എപ്പോഴാണ് മുടീൻ്റെ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രഗ്നൻസിക്ക് ശേഷം. ആ സമയത്താണ് മിക്ക സ്ത്രീകൾക്കും വളരെ അധികമായിട്ട് മുടി കൊഴിച്ചിൽ അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ വരാറുള്ളത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെലിവറിക്ക് ശേഷം നമ്മൾ മിക്ക സ്ത്രീകളും കുട്ടീനെ നോക്കുന്നതിൻ്റെ പിന്നിലൊക്കെ വളരെ ബിസി ആയിട്ട് ഇങ്ങനെ പോകുന്നതാണ്. സോ അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ട് ഹെയർ സപ്ലിമെൻറ്റ്സ് ആൻഡ് സിറംസ് നന്നായിട്ട് യൂസ് ചെയ്യുക. അത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടി കൊഴിച്ചിൽ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതൊക്കെയാണ് ഞാൻ യൂഷ്വലി പ്രഗ്നൻസിയിൽ നമ്മൾ കാണുന്ന യൂഷ്വൽ സ്കിൻ പ്രോബ്ലംസ്. നമുക്ക് മനസ്സിലായിട്ടുള്ളത് മിക്ക സ്കിൻ പ്രോബ്ലംസും പ്രഗ്നൻസി കഴിഞ്ഞതിൻ്റെ ശേഷം, ഡെലിവറി കഴിഞ്ഞതിൻ്റെ ശേഷം തന്നെ നല്ല രീതിയിൽ അതങ്ങ് കുറഞ്ഞു പോകുന്നതാണ്. അപ്പം അധികം സ്കിൻ പ്രോബ്ലംസ് ആയിട്ട് കൂടുതൽ ടെൻഷനോ കൺസേൺഡ് ആവശ്യമൊന്നുമില്ല. ഈ പ്രഗ്നൻസി എന്ന ഫേസ് എല്ലാവരും എൻജോയ് ചെയ്യേണ്ടതാണ്. സോ നല്ലോണം ഭക്ഷണം കഴിക്കുക, നല്ലോണം വെള്ളം കുടിക്കുക, റെസ്റ്റ് ചെയ്യുക, കുറച്ച് റിലാക്സേഷൻ, യോഗ, മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് ആ ഫേസ് നന്നായിട്ട് എൻജോയ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് സ്കിൻ കൺസേൺസ് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഡെർമറ്റോളജിസ്റ്റിൻ്റെ അടുത്ത് എന്തായിട്ടും പോയി കാണുക.